മരിയൻ പ്രതിഷ്ഠ ധ്യാനം 20-ാം ദിവസം. ഇന്നത്തെ ധ്യാന വിഷയം പരിശുദ്ധ കന്യക മറിയം ഉന്നത വണക്കത്തിന് യോഗ്യ. പരിശുദ്ധ കന്യക മറിയം വഴി ദൈവത്തിന് നമ്മുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്ന മരിയൻ പ്രതിഷ്ഠയ്ക്കുള്ള തയ്യാറെടുപ്പിനായി നടത്തുന്ന 33 ദിവസത്തെ മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് ഇന്ന് നാം എത്തുകയാണ്. കാരണം ഇന്ന് ആരംഭിക്കുന്ന പരിശുദ്ധ കന്യക മറിയത്തെക്കുറിച്ചുള്ള 7 ദിവസത്തെ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണർത്തുന്ന യഥാർത്ഥ മരിയ ഭക്തിയാണ് നമ്മുടെ ജീവിതം മാതാവിനെ പ്രതിഷ്ഠിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നതും നിർബന്ധിക്കുന്നതും. അതുവഴി ജ്ഞാനസ്നാന വ്രതങ്ങൾക്കനുസൃതം യേശുവിന് സമർപ്പിതമായ ജീവിതം നയിക്കുവാൻ നാം പ്രാപ്തരാകും. കത്തോലിക്ക വിശ്വാസ പ്രബോധനങ്ങളുടെ മാഗ്ന കാർട്ട ആയ 2-ാം വത്തിക്കാൻ സൂനകദോസിൻ്റെ 16 പ്രമാണരേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൂമൻ ജൻസിയും അഥവാ തിരുസഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഭാഗമായാണ് മരിയ ഭക്തിയെപ്പറ്റിയുള്ള പ്രബോധനം സഭ പഠിപ്പിക്കുന്നത് എന്നത് തന്നെ ക്രിസ്തു രഹസ്യത്തിലും സഭയുടെ രഹസ്യത്തിലും ദൈവമാതാവിനുള്ള മഹോന്നത സ്ഥാനം വ്യക്തമാക്കുന്നുണ്ട്. ലൂമൻ ജൻസിയത്തിൻ്റെ 8-ാം അധ്യായത്തിലാണ് മരിയൻ സത്യങ്ങൾ വിവരിക്കുന്നത്. അത് തുടങ്ങുന്നത് തന്നെ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സ്മരണ ആചരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന പ്രസ്താവനയോടെയാണ്. ആ പ്രബോധനം ഇപ്രകാരമാണ്: കരുണാസമ്പന്നനും അനന്തജ്ഞാനിയുമായ ദൈവം ലോകരക്ഷ പൂർത്തിയാക്കാൻ ഇച്ഛിച്ചുകൊണ്ട് കാലസമ്പൂർണത വന്നപ്പോൾ തൻ്റെ പുത്രനെ അയച്ചു. അവൻ നിയമത്തിന് അധീനനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയത്തിൽ നിന്ന് ശരീരമെടുത്തു. രക്ഷയുടെ ഈ ദിവ്യ രഹസ്യം നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയും കർത്താവ് തൻ്റെ ശരീരമായി സ്ഥാപിച്ചതും വിശ്വാസികൾ ശിരസ്സായ മിശിഹായോട് ഒട്ടിച്ചേർന്ന് അവിടുത്തെ സകല വിശുദ്ധരോടും സംസർഗം പുലർത്തുന്നതുമായ തിരുസഭയിൽ അത് തുടരാൻ വേണ്ടിയും ആദ്യം തന്നെ നിത്യകന്യകയും ദൈവമാതാവും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ അമ്മയുമായ മറിയത്തിൻ്റെ ഓർമ്മ വണങ്ങുന്നത് അവശ്യാവശ്യകമാണ്. ഈ സുപ്രധാന പ്രബോധനം ധ്വനിപ്പിക്കുന്നത് മിശിഹാ രഹസ്യം നന്നായി അനാവരണം ചെയ്യുന്നതിന് ആദ്യം മരിയൻ രഹസ്യം വെളിപ്പെടുത്തണം എന്നാണ്. കത്തോലിക്കാ സഭയുടെ മതബോധം ഗ്രന്ഥം 487-ാം ഖണ്ഡിക ഇത് കൂടുതൽ വ്യക്തമായി പ്രകാശിപ്പിക്കുന്നുണ്ട്. ആ പ്രബോധനം ഇങ്ങനെയാണ്: മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. അതിനാൽ കത്തോലിക്ക മരിയ ഭക്തിയുടെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിലേക്കെത്തുക എന്നതാണെന്ന് 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ലൂമൻ ജൻസിയും 66-ാം ഖണ്ഡികയിൽ ഇപ്രകാരം എടുത്ത് പറയുന്നുണ്ട്, പ്രസ്താവിക്കുന്നുണ്ട്. ആ പ്രബോധനം ഇപ്രകാരമാണ്: മരിയ ഭക്തിയുടെ ലക്ഷ്യം മാതാവ് വണങ്ങപ്പെടുന്നതോടുകൂടെ പുത്രൻ ശരിയായി അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ്. ക്രിസ്തുവിലേക്കെത്താതെ മറിയത്തിൽ ചെന്ന് അവസാനിക്കുന്ന മരിയഭക്തി യഥാർത്ഥ മരിയഭക്തി അല്ലെന്ന് ഈ പ്രബോധനം സ്പഷ്ടമാക്കുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഇതര മരിയൻ പ്രബോധനങ്ങൾ കൂടി ഇന്നത്തെ ധ്യാനത്തിൽ പങ്കുവയ്ക്കാം. അതിനു മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കാലാകാലങ്ങളിൽ തിരുസഭ നൽകുന്ന മരിയൻ പ്രബോധനങ്ങൾക്കെല്ലാം അടിത്തറയായി നിൽക്കേണ്ടത് സാർവത്രിക സൂനകദോസായ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രഖ്യാപനങ്ങളാണ്.
ഇവയുടെ വെളിച്ചത്തിലാണ് 2025 നവംബർ 4 ലയോ 14 പാപ്പായുടെ അനുമതിയോടെ വത്തിക്കാനിൽ നിന്ന് വിശ്വാസകാര്യ മന്ത്രാലയം ഡിക്കാസ്റ്ററി ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് പുറപ്പെടുവിച്ച വിശ്വാസി ഗണത്തിൻ്റെ മാതാവ് മാത്തർ പോപ്പുലി ഫിദേലിസ് എന്ന രേഖയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ മരിയ ഭക്തിയെ ഒരു തരത്തിലും നിരുത്സാഹപ്പെടുത്താനല്ല, പ്രത്യുത മാനവരക്ഷകനായ ക്രിസ്തുവിൻ്റെ പരമോന്നത സ്ഥാനം കുറച്ച് കാണാൻ ഇടയാക്കിയേക്കാവുന്ന സഹരക്ഷിക തുടങ്ങിയ ചില സ്ഥാനപ്പേരുകൾ ഒഴിവാക്കാൻ മാത്രമാണ് നിർദ്ദേശം. അത് രക്ഷാകർമ്മത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ അതുല്യ പങ്കാളിത്തം ഇകഴ്ത്തി കാണിക്കാനല്ല എന്നത് കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. മാത്രമല്ല, യഥാർത്ഥ ഭക്തിയെ വീണ്ടും വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഈ പുതിയ രേഖയിലും ഉള്ളത്. മാത്തർ പോപ്പുലി ഫിദേലിസ് എന്ന ഈ പുതിയ മരിയൻ രേഖയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മരിയ ഭക്തി സഭയുടെ ഒരു നിധിയാണെന്നും വിശ്വാസികൾ അഭയവും ആർദ്രതയും പ്രത്യാശയും കണ്ടെത്തുന്ന മറിയത്തോടുള്ള ഭക്തി തീർത്തുന്നതിനേക്കാൾ അത് അംഗീകരിക്കാനും വിലമതിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ രേഖയിൽ ശ്രദ്ധിക്കുന്നത് എന്നും ആണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം മറിയത്തിൻ്റെ മുഖത്ത് ക്ലേശിതർക്ക് കാണാമെന്നും സുവിശേഷ സന്ദേശത്തിൻ്റെ സമഗ്രമായ പ്രതിഫലനമാണ് മറിയം എന്നും ഈ രേഖ എടുത്തു പറയുന്നുണ്ട്. യഥാർത്ഥ മരിയഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിശ്വാസി ഗണത്തിൻ്റെ മാതാവ് മാത്തർ പോപ്പുലി ഫിദേലിസ് എന്ന രേഖ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാരണം വളരെ ശ്രദ്ധേയമാണ്. അതിപ്രകാരമാണ്: ക്രിസ്തുവിലുള്ള ആശ്രയത്വത്തിൻ്റെ നിഗൂഢവും പ്രതീകാത്മകവുമായ പ്രകാശനമാണ് മരിയഭക്തി. അത് പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ സ്വതന്ത്രമായി ഉണർത്തുന്നതുമാണ്. ഈ കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തതയോടെ മനസ്സിലാക്കിക്കൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സുപ്രധാന മരിയൻ ദർശനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലൂമൻ ജൻസിയും 66 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുകയാണ്: ദൈവം തൻ്റെ പുത്രൻ കഴിഞ്ഞാൽ എല്ലാ മാലാഖമാരിലും മനുഷ്യരിലും ഉപരിയായി ഉയർത്തിയ മറിയത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവും ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളിൽ പങ്കുകാരിയുമായി സഭ പ്രത്യേക വിധം ബഹുമാനിക്കുന്നത് യുക്തമാണ്. ലുമൻ ജൻസിയും 55 ഖണ്ഡിക പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും ഉൾപ്പെടെയുള്ള വേദപുസ്തകവും പൂജ്യമായ പാരമ്പര്യവും രക്ഷകൻ്റെ മാതാവിന് മനുഷ്യരക്ഷാ പദ്ധതിയിലുള്ള സ്ഥാനം സുവ്യക്തമായും സുപ്രധാനമായും പ്രകാശിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നാണ്. ലൂമൻ ജൻസി 56 ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്: മനുഷ്യാവതാരത്തിന് മുൻപ് തന്നെ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന കന്യക മറിയത്തിൻ്റെ സമ്മതം നേടാൻ കാരുണ്യവാനായ ദൈവം തിരുമനസ്സായി. ക്രിസ്തുവിൻ്റെ മാതാവിൻ്റെ ഭാഗത്തുനിന്ന് ഈ സഹകരണം സ്പഷ്ടമായ രീതിയിൽ തന്നെ സാക്ഷാത്കൃതമായി. എല്ലാറ്റിനെയും നവീകരിക്കുന്ന ആ നിത്യജീവനെ അവൾ ലോകത്തിന് പ്രദാനം ചെയ്തു. ദൈവം ഈ മഹനീയ ദൗത്യത്തിന് ആവശ്യമായ ദാനങ്ങൾ നൽകി അവളെ സമ്പന്നയുമാക്കി. ലൂമൻ ജൻസിയും 56 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുകയാണ്: ദൈവത്തിൻ്റെ രക്ഷാകരമായ തിരുവുള്ളം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചും പാപത്താൽ തടയപ്പെടാതെയും അവൾ കർത്താവിൻ്റെ ദാസിയായി തൻ്റെ പുത്രന് വേണ്ടിയും അവിടുത്തെ ദൗത്യത്തിനു വേണ്ടിയും സ്വയം പൂർണ്ണമായി പ്രതിഷ്ഠിക്കുന്നു. അവിടത്തേക്ക് വിധേയയായും അവിടുത്തോടു കൂടെയും സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ രക്ഷാകര രഹസ്യത്തിൽ അവൾ പങ്കുവഹിച്ചു. സഭാപിതാക്കന്മാർ മറിയത്തെ ദൈവതൃക്കരങ്ങളിലെ നിശ്ചേഷ്ട ഉപകരണമായിട്ടല്ല, പ്രത്യുത തൻ്റെ വിശ്വാസവും അനുസരണവും വഴി സ്വതന്ത്രമായി രക്ഷാകർമ്മത്തിൽ പങ്കെടുക്കുന്നവളായി പരിഗണിക്കുന്നത് സകാരണമാണ്. തിരുസഭ അല്ലെങ്കിൽ ലൂമൻ ജൻസി എന്ന രേഖയുടെ തന്നെ 53 ഖണ്ഡികയിൽ കത്തോലിക്ക സഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: വചനമായ ദൈവത്തെ ഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിക്കുകയും അങ്ങനെ ലോകത്തിന്
ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്ത കന്യക മറിയത്തെ ദൈവത്തിൻ്റെയും രക്ഷകൻ്റെയും യഥാർത്ഥ മാതാവായി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. തൻ്റെ പുത്രൻ്റെ യോഗ്യതയാൽ പ്രത്യേകവും അത്യുത്കൃഷ്ടവുമായ രീതിയിൽ അവൾ വീണ്ടെടുക്കപ്പെട്ടു. അവിഭക്തമാം വിധം ഗാഢൈക്യത്തിൽ അവിടത്തോട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ദൈവപുത്രൻ്റെ മാതാവെന്ന മഹനീയ സ്ഥാനത്താലും പരമമായ ഔന്നത്യത്താലും അവൾ അലങ്കൃതയത്രേ. അതുല്യമായ ഈ ദാനം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളെക്കാളും ഉപരിയായി അവളെ ഉയർത്തി. മരിയാളിസ് കുൾത്തൂസ് എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ 56-ാം ഖണ്ഡികയിൽ വിശുദ്ധ പൗലോസ് ആറാമൻ പാപ്പ പഠിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇതുവരെയും പരാമർശിച്ച മരിയൻ പ്രബോധനങ്ങളെല്ലാം ഒരു തരത്തിൽ വളരെ ചുരുക്കി പ്രസ്താവിക്കുന്നത് പോലെയാണ് ഈ പ്രബോധനം നൽകിയിരിക്കുന്നത്. അതിപ്രകാരമാണ്: കന്യക മറിയത്തോടുള്ള ഭക്തി ക്രൈസ്തവാരാധനയുടെ ഒരു ആന്തരിക ഘടകമാണ്. ഈ ഭക്തി വെളിവാക്കപ്പെട്ട വചനത്തിൽ രൂഢമൂലമായതും ദൃഢമായ സൈദ്ധാന്തിക അടിത്തറകൾ ഉള്ളതുമാണ്. അത് മറിയത്തിൻ്റെ അനന്യമായ മഹത്വം അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അമ്മ അസാധാരണമായ കൃപ മൂലം ഭൂമിയിലും സ്വർഗത്തിലുമുള്ള എല്ലാവരെയും കാൾ വലിയവളാണ്. അവളുടെ പുത്രൻ പൂർത്തിയാക്കിയ രക്ഷാചരിത്രത്തിലെ നിർണായക നിമിഷങ്ങളിൽ അവൾ വഹിച്ച പങ്കും അവളുടെ പരിശുദ്ധിയും പരിഗണിച്ചുകൊണ്ടുള്ളതാണ് ഈ ഭക്തി. ഇത്രയും ആമുഖചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. വിചിന്തനം ശ്രദ്ധിക്കാം. ആമുഖം. തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സ്ഥാനമഹിമയെപ്പറ്റി പ്രതിപാദിക്കാം. കന്യക മറിയം ഉന്നത വണക്കത്തിന് അർഹ എന്നതാണ് ഇന്നത്തെ വിഷയം. പരിശുദ്ധ മറിയത്തിന് അർഹമായത് ഹൈപ്പർഡൂളിയ അഥവാ ഉന്നത വണക്കമാണ്. ദൈവശാസ്ത്ര പ്രമുഖനായ വിശുദ്ധ തോമസ് അക്വീനാസ് മറിയത്തിന് നൽകേണ്ട പ്രത്യേക വണക്കത്തിന് ഹൈപ്പർഡൂളിയ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. ഡൂളിയ എന്ന പദം വിശുദ്ധർക്കർഹമായ വണക്കത്തിനും ലാട്രിയ എന്ന ഗ്രീക്ക് ഭാഷാടിസ്ഥാനത്തിലുള്ള ലത്തീൻ പദം ദൈവത്തിന് നൽകേണ്ട ആരാധനയ്ക്കും യഥാക്രമം ഉപയോഗിക്കുന്നു. വിശുദ്ധർ വണങ്ങപ്പെടുന്നതിന് അർഹമാക്കുന്ന ഘടകം ക്രിസ്തുവിനെ അനുകരിച്ചു ജീവിക്കുന്നതിൽ അവർ കാണിച്ച മികവാണ്. പരിശുദ്ധ മറിയം വണങ്ങപ്പെടുന്നത് ഇക്കാരണത്താൽ മാത്രമല്ല, തീർച്ചയായും മറ്റെല്ലാ വിശുദ്ധരെക്കാളും അധികവും അതുല്യവുമായ രീതിയിൽ അവൾ ക്രിസ്തുവിനെ അനുകരിച്ചു ജീവിച്ചു. എന്നാൽ മറിയത്തെ മറ്റ് വിശുദ്ധരോടൊന്നും താരതമ്യം ചെയ്യാനാവാത്ത വിധം ഉയർത്തുന്നത് അവൾ ദൈവമാതാവായതിനാലും ക്രിസ്തു രഹസ്യത്തിൽ അതുല്യ പങ്കുകാരി ആയതിനാലും അത്രേ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രകാരം അത് പഠിപ്പിക്കുന്നു. ലൂമൻ ജൻസീം 66-ാം ഖണ്ഡിക. മറിയത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവും ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളിൽ പങ്കുകാരിയുമായി സഭ പ്രത്യേകമാം വിധം ബഹുമാനിക്കുന്നത് യുക്തമാണ്. അതിനാൽ പരിശുദ്ധ മറിയത്തിന് ഡൂളിയ അഥവാ വണക്കം നൽകിയാൽ മതിയാവുകയില്ല. എന്നാൽ ലാത്രിയ അതായത് ആരാധന നൽകാനും പാടില്ല. കാരണം സകല മാലാഖമാർക്കും മനുഷ്യർക്കും മുകളിൽ അവൾ ഉയർത്തപ്പെട്ടെങ്കിലും അവൾ ഒരു സൃഷ്ടിയാണ്. കത്തോലിക്ക പാരമ്പര്യത്തിൽ മറിയത്തിന് നൽകുന്ന സ്ഥാനം ഒരിക്കലും ആരാധനയുടേതല്ല. അതേസമയം മറിയത്തിൻ്റെ അതുല്യ സ്ഥാന മഹിമയ്ക്ക് യോജിച്ച ഒരു പ്രത്യേക വണക്കം ആവശ്യമായതിനാൽ ഹൈപ്പർഡൂളിയ അതായത് ഉന്നത വണക്കം ആണ് നൽകേണ്ടതെന്ന് കത്തോലിക്ക ദൈവശാസ്ത്രം കണ്ടെത്തുകയുണ്ടായി. മറിയത്തിൻ്റെ മഹിമ അതിരേകത്തെപ്പറ്റി 9-ാം പീസ് പാപ്പ മാതാവിൻ്റെ അമലോത്ഭവം വിശ്വാസത്യമായി പ്രഖ്യാപിച്ച 9-ാം പീസ് പാപ്പായുടെ ഏറ്റുപറച്ചിൽ വളരെ ശ്രദ്ധേയമാണ്. ദൈവം കഴിഞ്ഞാൽ എല്ലാവരെക്കാളും കൂടുതൽ വിശിഷ്ടയായത് മറിയമാണ്. പ്രകൃത്യ സുന്ദരിയും മനോഹരിയുമാണ്. കെറൂബിം മാലാഖമാരെക്കാളും
സെറാഫിം മാലാഖമാരെക്കാളും വിശുദ്ധയാണ്. അവളെ പുകഴ്ത്താൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല നാവുകളും ചേർന്നാലും മതിയാവുകയില്ല. കളങ്കമില്ലാത്ത ഏറ്റവും സുന്ദരിയായ മാടപ്രാവ്, എന്നും വികസിച്ച് നിൽക്കുന്ന റോസപ്പൂവ്, പൂർണ്ണമായും പരിശുദ്ധിയുള്ളവൾ, എന്നെന്നും അമല, എന്നേക്കും അനുഗ്രഹീത, ഒരിക്കലും കളങ്കപ്പെടാത്ത നിർമ്മല, എമ്മാനുവേലിനെ പ്രസവിച്ച രണ്ടാം ഹൗവ എന്നിങ്ങനെ അവൾ പുകഴ്ത്തപ്പെടുന്നു. 9 പീസ് പാപ്പായുടെ ഇനഫാബിലിസ് ദേവസ് എന്ന തിരുവെഴുത്തിൽ നിന്നാണ് ഈ ഉദ്ധരണി. ആ രേഖയിൽ 9 പീസ് പാപ്പ തുടരുകയാണ്. ഏറ്റവും ക്രൂരനായ സർപ്പത്തിൻ്റെ വിഷമാർന്ന തല തകർക്കുകയും ലോകത്തിലേക്ക് രക്ഷ കൊണ്ടുവരികയും ചെയ്ത സർവാംഗസുന്ദരിയും നിർമ്മലയുമായവളിൽ പ്രവാചകരുടെയും ശ്ലീഹാമാരുടെയും മഹത്വവും രക്തസാക്ഷികളുടെ ബഹുമതിയും സകല വിശുദ്ധരുടെയും കിരീടവും സന്തോഷവുമായിരിക്കുന്നവളിൽ അപകടത്തിലായിരിക്കുന്ന സകലരുടെയും ഏറ്റവും സുരക്ഷിതമായ സങ്കേതവും ഏറ്റവും വിശ്വസനീയമായ സഹായിയുമായിരിക്കുന്നവളിൽ ലോകം മുഴുവനിലും തൻ്റെ ഏകജാതനോടൊപ്പം ഏറ്റവും ശക്തമായ മധ്യസ്ഥയും ആലോചനക്കാരിയുമായിരിക്കുന്നവളിൽ എല്ലാ പാഷണതകളും തകർക്കുകയും ഭീകരനാശങ്ങളിൽ നിന്ന് വിശ്വാസികളെയും രാഷ്ട്രങ്ങളെയും പിടിച്ചെടുക്കുകയും ചെയ്തവളിൽ ഭീഷണിപ്പെടുത്തുന്ന അനേകം അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചവളിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. 9 പീസ് പാപ്പായുടെ വ്യക്തിപരമായ ഒരു അനുഭവ സാക്ഷ്യമാണിത്. ഇനഫാബിലിസ് ദേവസ് രേഖയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ വിവരണം. കന്യാമറിയത്തിന് ഉന്നത വണക്കം നൽകണം. അതിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. 3 സുപ്രധാന കാരണങ്ങളാലാണ് കന്യകമറിയം ഉന്നത വണക്കത്തിന് അർഹയാകുന്നത്. ഒന്നാമതായി, ദൈവം മറിയത്തിന് പ്രസാദവരത്തിൻ്റെ പൂർണ്ണത അനുവദിച്ചു നൽകി എന്നതാണ്. ഗബ്രിയേൽ മാലാഖയുടെ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന ലൂക്കാ 1:28 അഭിവാദ്യത്തിൽ നിന്ന് മറിയത്തിൻ്റെ ഉത്ഭവ നിമിഷത്തിൽ തന്നെ ദൈവം നൽകിയ ഈ പ്രത്യേക ദാനത്തെപ്പറ്റി നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട്. മറ്റെല്ലാ വിശുദ്ധർക്കും ധാരാളമായി ദൈവപ്രസാദവരം ലഭിച്ചെങ്കിലും മൂലപാപത്തിൻ്റെ പരിമിതി മൂലം പ്രസാദവരത്തിൻ്റെ സമൃദ്ധിയും പൂർണ്ണതയും കൈവശമാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഉത്ഭവഭാവത്തിൽ നിന്നുള്ള മറിയത്തിൻ്റെ അനന്യമായ മോചനവും അതിൻ്റെ ഫലങ്ങളും പ്രസാദവരത്തിൻ്റെ പൂർണ്ണതയും പരിശുദ്ധ അമ്മയെ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ സമാനതകൾ ഇല്ലാത്ത അംഗീകാരത്തിന് അർഹയാക്കുന്നു. രണ്ടാമത്തെ കാരണം, മറിയം മാത്രമാണ് ദൈവത്തിൻ്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ചവൾ. നസ്രസിലെ ഈ വിനീത കന്യകയ്ക്ക് മാത്രമാണ് ദൈവത്തെ ഉദരത്തിൽ വഹിക്കാനും നമ്മുടെ രക്ഷയ്ക്കായി മനുഷ്യനായി പിറന്ന തൃത്വത്തിൽ രണ്ടാമാളായ പുത്രൻ തമ്പുരാന് ശരീരം നൽകാനും ഭാഗ്യം കിട്ടിയത്. ദൈവപുത്രൻ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുന്നതിൽ മറിയത്തിന് മാത്രമാണ് ആന്തരികവും സാരവത്തുമായ പങ്കുണ്ടായിരുന്നത്. മാംസം ധരിച്ച വചനത്തിന് ശരീരം നൽകിയതിലൂടെ മറിയം മറ്റെല്ലാ സൃഷ്ടികളെയും കാൾ ശ്രേഷ്ഠയും മഹത്വമുള്ളവളുമായി തീർന്നു. ദൈവശാസ്ത്രപരമായ വിശദീകരണം ഏറെ ആവശ്യമുള്ള അഗാധമായ ഒരു ദൈവിക രഹസ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത്, അനുഗ്രഹീതയായ കന്യക മറിയത്തിന് മാത്രമാണ് തൻ്റെ ദൈവിക മാതൃത്വം വഴി പരിശുദ്ധ തൃത്വത്തിൻ്റെ ഉപസ്ഥിതിപരമായ ഏകീഭാവവുമായി ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ സഹജമായ ബന്ധമുള്ളത്. ഉപസ്ഥിതമായ ഏകീഭാവം അല്ലെങ്കിൽ ഉപസ്ഥിതി എന്നത് യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ ഏക വ്യക്തിത്വത്തിൽ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും തമ്മിൽ കൂടിക്കലരാതെ സംയോജിച്ചിരിക്കുന്നു എന്നതാണ്. പുത്രനായ ദൈവത്തിൻ്റെ ദൈവപ്രകൃതിയും അവിടുന്ന് മനുഷ്യനായി തീർന്നപ്പോൾ കൈക്കൊണ്ട മനുഷ്യപ്രകൃതിയും കന്യകാമറിയത്തിൽ അത്യത്ഭുതകരമായി ഒന്നാക്കപ്പെട്ടു. പരിശുദ്ധ മറിയത്തിലാണ് ഈ വിസ്മയം യാഥാർത്ഥ്യമായത്.
ഈ മഹാ അത്ഭുതത്തിന് അർഹമായിത്തീർന്ന ഏക വേദി കന്യകമറിയം മാത്രമാണ്. വിശുദ്ധ ജോൺ ബോൾ പാപ്പ ഇക്കാര്യം റെദംപ്റ്റോർ മാത്തർ എന്ന തൻ്റെ രേഖയുടെ 9-ാമത്തെ ഖണ്ഡികയിൽ സ്പഷ്ടമാക്കുന്നത് ഇങ്ങനെയാണ്: ദൈവപുത്രൻ്റെ മനുഷ്യ സ്വഭാവവുമായുള്ള സത്താപരമായ ഐക്യം സംഭവിക്കുന്നതും പൂർണ്ണതയിലെത്തുന്നതും മറിയത്തിലാണ്. പരിശുദ്ധ കന്യാമറിയത്തിന് ഹൈപ്പർഡൂളി അഥവാ ഉന്നത മടക്കം കൊടുക്കുന്നതിനുള്ള 3-ാമത്തെ കാരണം, അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ ദൈവഹിതത്തോടുണ്ടായിരുന്ന പൂർണ്ണമായ അനുസരണമാണത്. ഉത്ഭവപാപത്തിൽ നിന്ന് മോചിതയാകാനും ദൈവഹിതത്തോട് പൂർണ്ണമായ അനുസരണത്തിൽ സഹകരിക്കാനും ഒരു ലഘുപാപം പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാതിരിക്കാനും ഒരേ ഒരു സൃഷ്ടിക്ക് മാത്രമേ കൃപ ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എല്ലാ ക്രൈസ്തവ പുണ്യങ്ങളുടെയും മാതൃകയായിരിക്കുന്നതും ഉന്നത വണക്കത്തിന് കാരണമാക്കിയിരിക്കുന്നു. ദൈവം പരിശുദ്ധ മറിയത്തിന് നൽകിയിരിക്കുന്ന ഈ ഔന്നത്യവും മഹത്വവും ബഹുമാനവും അതേപടി നൽകുന്നതിൽ നാം എല്ലാവരും ഉത്സുകരാകണമെന്നാണ് തിരുസഭ ആഗ്രഹിക്കുന്നത്. അതേപ്പറ്റി 2-ാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം പഠിപ്പിച്ചു: കന്യക മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ഈ പരിശുദ്ധ സൂനകദോസ് അവധാനപൂർവ്വം പഠിപ്പിക്കുകയും പരിശുദ്ധ കന്യകയോടുള്ള വണക്കം പ്രത്യേകിച്ച് തിർക്കർമ്മ വിധികളിലൂടെ ഔദാര്യപൂർവ്വം വർദ്ധിപ്പിച്ചു കൊണ്ടുവരണമെന്നും സഭാസന്താനങ്ങളെല്ലാവരെയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ലൂമൻ ജൻസിയം 67-ാം ഖണ്ഡിക. മരിയ ഭക്തി ക്രൈസ്തവ ആരാധനയുടെ ആന്തരിക ഘടകം. മരിയാലിസ് കുൾത്തൂസ് എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ 56-ാം ഖണ്ഡികയിൽ വിശുദ്ധ 6-ാം പൗലോസ് പാപ്പ പഠിപ്പിക്കുന്നതാണ് ഇനി നാം കാണുന്നത്. കന്യക മറിയത്തോടുള്ള സഭയുടെ ഭക്തി ക്രൈസ്തവാരാധനയുടെ ഒരു ആന്തരിക ഘടകമാണ്. ലൂക്ക 1:42 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന എലിസബത്ത് അഭിവാദനം ചെയ്ത അനുഗ്രഹവചസ്സുകൾ മുതൽ ഇന്ന് ഉപയോഗിക്കുന്ന സ്തുതിയുടെയും യാചനയുടെയും പ്രകാശനങ്ങൾ വരെ സഭ എക്കാലവും എല്ലായിടത്തും മറിയത്തോട് കാണിക്കുന്ന ആദരവും സഭയുടെ പ്രാർത്ഥനാ നിയമത്തിൻ്റെ ശക്തമായ സാക്ഷ്യമാണ്. സഭയുടെ വിശ്വാസ നിയമത്തെപ്പറ്റി കൂടുതൽ ആഴത്തിൽ ബോധവാന്മാരാകാൻ വേണ്ടിയുള്ള ക്ഷണിക്കലുമാണ് ഇത്. മറിച്ച് പറഞ്ഞാലും ശരിയാണ്, സഭയുടെ പ്രാർത്ഥനാ നിയമം ക്രിസ്തുവിൻ്റെ അമ്മയെ സംബന്ധിച്ച് പുഷ്പിക്കണമെന്ന് സഭയുടെ വിശ്വാസ നിയമം ആവശ്യപ്പെടുന്നു. ദിവ്യരക്ഷകനോടുള്ള ആരാധനയ്ക്ക് കീഴ്പ്പെടുത്തിയതും അതിനോട് ബന്ധപ്പെട്ടതുമായ കന്യകാമറിയത്തോടുള്ള ഭക്തി ക്രൈസ്തവ ജീവിതം നവീകരിക്കുന്നതിനുള്ള ശക്തിയാണെന്ന് സഭ അംഗീകരിക്കുന്നു. കർത്താവിൻ്റെ അമ്മയോടുള്ള ഭക്തി വിശ്വാസികൾക്ക് ദൈവകൃപയിൽ വളരാനുള്ള അവസരമാകും. മരിയാലിസ് കുൾത്തൂസ് ഖണ്ഡിക 57 ആണ് ഇക്കാര്യം പ്രകാരം പഠിപ്പിച്ചിരിക്കുന്നത്. മരിയൻ സമർപ്പണം, ഉന്നത വണക്കം നൽകൽ. ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരമുള്ള സമർപ്പണം പരിശുദ്ധ മറിയത്തിന് അർഹമായ സ്ഥാനം നൽകലാണ്. തന്നെ പൂർണ്ണമായും മാതാവിന് സമർപ്പിക്കുന്നതിലും തനിക്കുള്ള ഭൗതിക നന്മകൾ മാത്രമല്ല ആധ്യാത്മിക യോഗ്യതകൾ പോലും ആ അമ്മയ്ക്ക് കൊടുക്കുന്നതിലുമാണ് ഈ ഭക്തിയുടെ കാതൽ അടങ്ങിയിരിക്കുന്നത്. മിസ്റ്റർ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഉപദേശം കേൾക്കാം. യഥാർത്ഥ മരിയഭക്തി എന്ന വിശിഷ്ട ഗ്രന്ഥത്തിൻ്റെ 121-ാം ഖണ്ഡികയാണ്. നമ്മുടെ ശരീരത്തെയും എല്ലാ അവയവങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടെ ആത്മാവിനെയും അതിൻ്റെ എല്ലാ ശക്തികളോടും കൂടെ സകല ഭൗതിക നന്മകളെയും ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ ലഭിക്കാനിരിക്കുന്നവയെയും സകല ആത്മീയ സമ്പത്തും ചെയ്തതും ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ സത്പ്രവൃത്തികളുടെയും യോഗ്യതകളും പരിശുദ്ധ മറിയത്തെ ഏൽപ്പിക്കുക എന്നതാണ് മരിയൻ സമർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാന വശം. പരിശുദ്ധ മറിയത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് ഒരു വ്യക്തിക്ക് ഈ തരത്തിൽ ഉള്ള സമർപ്പണം അർത്ഥവത്തായിത്തീരും.
മാത്രമല്ല അതൊരു വലിയ ആനന്ദമായി അനുഭവപ്പെടുകയും ചെയ്യും. ബൈബിൾ വായന. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന്. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രാർത്ഥന. കർത്താവായ യേശുവേ, നിനക്ക് പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന അതേ സ്നേഹം എനിക്കും നൽകണമേ. മറിയത്തിന് അർഹമായ ഉന്നത വണക്കം നൽകി അവളെ ബഹുമാനിക്കാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നതിൽ നാളിതുവരെ വന്ന വീഴ്ചയ്ക്ക് പരിഹാരമാകത്തക്ക വിധം അമ്മയെപ്പറ്റിയുള്ള ശരിയായ അറിവ് അനേകർക്ക് പകരാൻ എന്നെ ഉപകരണമാക്കണമേ. അമ്മയുടെ സ്നേഹത്തിലേക്കും മാതൃഭക്തിയിലേക്കും മറ്റുള്ളവരെ നയിക്കാനും എന്നെ സഹായിക്കണമേ. യേശുവേ, നീ നിന്നെ തന്നെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനായി സമർപ്പിച്ച പോലെ എന്നെ പൂർണ്ണമായും മറിയത്തിന് അർപ്പിക്കുവാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. സൽകൃത്യം. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സ്ഥാനമഹിമാതിരേകം ഒരാളോട് പങ്കുവയ്ക്കുക.